2019 പുൽവാമ ആക്രമണത്തെക്കാൾ വളരെ വലിയൊരു ആക്രമണമാണ് ഇന്നലെ നടന്നത്. ജമ്മു കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലെ പഹൽഗാമിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ സാധാരണക്കാരായ 26 പേരുടെ ജീവനാണ് നഷ്ടമായത്. വിനോദസഞ്ചാരികളോട് അവരുടെ ഐഡന്റിറ്റി ചോദിച്ച്, മതം ഏതാണെന്ന് ചോദിച്ച്, പേര് ചോദിച്ച് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് തീവ്രവാദികൾ വെടിയുതിർത്തത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇവരുടെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ചാണ് തിരഞ്ഞുപിടിച്ച് ഈ തീവ്രവാദികൾ ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തിയത്. എന്തായാലും ഇതിന് വൻ രീതിയിൽ തന്നെ ഇന്ത്യ തിരിച്ചടിക്കും, ഇതിന് പകരം ചോദിക്കുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പേ എന്തുകൊണ്ട് സാധാരണക്കാരായ ഈ ടൂറിസ്റ്റുകളെ ഇവർ ലക്ഷ്യം വെച്ചു? എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ആർമിയോട് ഇവർ നേരിട്ട് മുട്ടിയില്ല? എന്തുകൊണ്ട് പഹൽഗാമിലെ ഈ ബൈസരൻ താഴ്വര ഇവർ തെരഞ്ഞെടുത്തു? നമുക്കൊന്ന് നോക്കാം. ഈ താഴ്വരയുടെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ദക്ഷിണ കാശ്മീരിലെ പഹൽഗാമിൽ നിന്ന് 6.5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബൈസറിൽ ഒരു കുതിര സവാരിയിലൂടെയോ കാൽനടയായോ മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഈ ബൈസരൻ താഴ്വരയെ പഹൽഗാം പ്രധാന പട്ടണവുമായി ബന്ധിപ്പിക്കുന്ന ഒരു മൺപാതയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ ഇത്രയും വിദൂരമായ സ്ഥലത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്താൻ വേണ്ടി എന്തായാലും സമയമെടുക്കും. ഈ തീവ്രവാദികൾ ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം ധരിച്ചാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ടൂറിസ്റ്റുകൾക്ക് ഇതിൽ യാതൊരു സംശയവും ഉണ്ടായില്ല. ആക്രമണം നടന്നതിന് ശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഈ തീവ്രവാദികൾ അടുത്തുള്ള വനത്തിലേക്ക് അപ്രത്യക്ഷമായി. പാകിസ്ഥാനുമായി ഈ ആക്രമണത്തിന് കണക്ഷൻ ഉണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ആസിഫ് ഫൗജിയാണ് ഈ സംഘത്തെ നയിച്ചത് എന്ന് റിപ്പോർട്ടുണ്ട് എങ്കിലും ലഷ്കർ ഇ തോയ്ബയുടെ സൈഫുള്ള കസൂരിയാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നാണ് പറയുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം റെസിസ്റ്റന്റ് ഫ്രണ്ട് ഏറ്റെടുത്തു കഴിഞ്ഞു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിലുണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണം. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 2019 ഓഗസ്റ്റ് 5-നാണ് റദ്ദാക്കിയത്. അതിനുശേഷം ഇവിടുത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾ വളരെയധികം കുറഞ്ഞിരുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമാണ് റെസിസ്റ്റന്റ് ഫ്രണ്ട് രൂപീകരിച്ചത്. ഇപ്പോൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ ഭീകരർ ഉൾപ്പെടെ 4-5 പേരടങ്ങുന്ന ഭീകരരുടെ ഒരു സംഘമാണെന്നാണ് റിപ്പോർട്ടുണ്ട്. വിനോദസഞ്ചാരികൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ ഇവർ ഈ താഴ്വരയിലേക്ക് നുഴഞ്ഞു കയറിയതായും പറയപ്പെടുന്നു. ഈ ആക്രമണം ശ്രദ്ധാപൂർവം തന്നെ ആസൂത്രണം ചെയ്തതാണ്. അതായത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിലേക്കും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലേക്കും പോയ 2 VIP സന്ദർശനങ്ങൾക്കൊപ്പമായിരുന്നു ഈ ആക്രമണം. അതുപോലെ തന്നെ 2024 ഒക്ടോബറിൽ ശ്രീനഗർ ലേ ദേശീയപാതയിലെ ഒരു തുരങ്ക നിർമ്മാണ സ്ഥലം ലക്ഷ്യമിട്ട് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഒരു ഡോക്ടറും 6 ഇതര തൊഴിലാളികളും കൊല്ലപ്പെട്ട ഗണ്ടർബാൽ ആക്രമണം ഇതുൾപ്പെടെ ജമ്മു കാശ്മീരിൽ സാധാരണക്കാർക്കും സുരക്ഷാ സേനയ്ക്കും നേരെ നടത്തുന്ന ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും ഈ TRF ആണ് നടത്തിയത്. ഇപ്പോൾ ഈ ആക്രമണങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുമ്പേ പാകിസ്ഥാനിൽ നടന്ന 2 വ്യത്യസ്ത പരിപാടികൾ നടത്തിയ 2 പ്രസംഗങ്ങൾ ഈ ആക്രമണത്തെ പാകിസ്ഥാനുമായി ബന്ധപ്പെടുത്തുന്നതിനുള്ള തെളിവാണ്, വെളിപ്പെടുത്തലുകളാണ്. അതായത് ഏപ്രിൽ 16-ന് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനിർ പാകിസ്ഥാൻ രൂപീകരണത്തിലേക്ക് നയിച്ച ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ ഊന്നി പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയിരുന്നു. ഇതിൽ അദ്ദേഹം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസങ്ങളാണ് ഉയർത്തിക്കാട്ടിയത്. ഒരുപക്ഷെ മുനീറിന്റെ ഈ ഹിന്ദുവിരുദ്ധ പ്രസംഗം ഇതൊരു കണക്കുകൂട്ടൽ നീക്കമായും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകൾ വീണ്ടും സംഘടിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയുമായിരുന്നിരിക്കാം. അതുപോലെ തന്നെ ഏപ്രിൽ 18-ന് POKയിലെ റാവൽകോട്ടിൽ നിരവധി തീവ്രവാദി നേതാക്കൾ പങ്കെടുത്ത ഒരു റാലി നടത്തിയിരുന്നു. ഈ റാലിയിൽ ലഷ്കർ കമാൻഡർ അബു മൂസ നടത്തിയ മറ്റൊരു പ്രസംഗവുമാണ് ശ്രദ്ധേയമായത്. ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തിയ 2 ലഷ്കർ ഭീകരരുടെ സ്മരണയ്ക്കായിട്ടായിരുന്നു ഈ റാലി നടത്തിയത്. ഒരു പ്രാദേശിക തീവ്രവാദിയാണ് ഈ ആക്രമണത്തെ സംഘത്തെ നയിച്ചത് എന്ന റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ കാശ്മീരിലെ ടൂറിസം എന്ന് പറയുന്നത് വൻ രീതിയിലാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഈ കാശ്മീരിലെ ടൂറിസം വർദ്ധിച്ചു കഴിയുമ്പോൾ കാശ്മീരിലെ ബിസിനസ്സുകാർ, അവിടെയുള്ള നാട്ടുകാർക്ക് ഇവർക്ക് ധാരാളം പണം ലഭിക്കും. അതുപോലെ തന്നെ ഈ അടുത്തിടെയാണ് പാർലമെന്റിൽ അമിത്ഷാ പറഞ്ഞത് കാശ്മീർ ടൂറിസത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു വലിയ റെക്കോർഡാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ അവസാനത്തെ 3 വർഷത്തിനിടയ്ക്ക് ധാരാളം ടൂറിസ്റ്റുകളാണ്, വിനോദസഞ്ചാരികളാണ് കാശ്മീർ സന്ദർശിച്ചത്. ഇവിടെ എത്തുന്ന ഒരു ടൂറിസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് ദമ്പതികൾക്ക് 30,000 മുതൽ 40,000 രൂപ വരെയാണ്. വിമാന ടിക്കറ്റുകളും എല്ലാം കൂടെ ഉൾപ്പെടുമ്പോൾ ഈ കണക്ക് ഏകദേശം 50,000 മുതൽ 1 ലക്ഷം വരെ എത്തും. എന്നാൽ ഇപ്പോഴും കാശ്മീരിലെ ചില തദ്ദേശവാസികൾ ഈ തീവ്രവാദികൾക്ക് അഭയം നൽകുകയും അതോടൊപ്പം തന്നെ ഈ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ടൂറിസം വഴി സമ്പാദിക്കുന്ന പണം കൊണ്ട് ഇവർ ഈ തീവ്രവാദികളെ സഹായിക്കുകയും ചെയ്യുന്നു. ഇതൊരിക്കലും ശരിയല്ല. ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിന് മുൻപേ കാശ്മീരിലേക്ക് പോകാൻ ടൂറിസ്റ്റുകൾ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ ഒരു ഇഷ്ട വിനോദ സഞ്ചാര സ്ഥലമായി കാശ്മീർ മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ധാരാളം ഫിലിം ഷൂട്ടിങ്ങുകളും ഒക്കെ കാശ്മീരിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും പാകിസ്ഥാൻ അത്ര ഡൈജസ്റ്റ് ആവുന്നില്ല.
അതുകൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? POKയിലെ കാശ്മീരികൾ പാകിസ്ഥാൻ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ കാശ്മീരിൽ എത്രമാത്രം വികസനമാണ് നടക്കുന്നത്, ഇന്ത്യയിൽ എത്രമാത്രം ടൂറിസമാണ് നടക്കുന്നത്, അവിടുത്തെ ജനത എത്രമാത്രം സമ്പന്നരാകുന്നു, അവരുടെ ജീവിത ശൈലി തന്നെ മാറുന്നു. എന്നാൽ ഇവിടെ നമുക്ക് കഴിക്കാൻ ഭക്ഷണമോ വൈദ്യുതിയോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാകിസ്ഥാന്റെ മുൻപിലുള്ള ഏക വഴി എന്ത് വില കൊടുത്തും കാശ്മീരിലെ സമാധാനം നഷ്ടപ്പെടുത്തണം. കാശ്മീരിൽ ഇപ്പോഴും സമാധാനപരമായ ഒരു അന്തരീക്ഷമല്ല എന്ന് വരുത്തി തീർക്കണം. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷവും കാശ്മീർ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. ഇവിടെ ഇപ്പോഴും സമാധാനമില്ല എന്ന് വരുത്തി തീർക്കണം. ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ അമർനാഥ് യാത്രയ്ക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചത് ഏപ്രിൽ 14-നാണ്. ധാരാളം വിശ്വാസികളാണ് അമർനാഥ് യാത്രയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ അമർനാഥിൽ എത്തിച്ചേരാൻ 2 വഴികളേ ഉള്ളൂ. അതിലൊന്നെന്ന് പറയുന്നത് ഈ പഹൽഗാം റൂട്ടാണ്. ഈ റൂട്ട് വളരെയധികം ദൂരമുള്ളതാണ്. എന്നാൽ ഇതുവഴി നടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. രണ്ടാമത്തെ റൂട്ടാണ് ബൽതാൽ റൂട്ട്. ഇതൊരു കുറുക്കു വഴിയാണ്. എന്നാൽ ഇതുവഴി നടന്നു പോകുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ അമർനാഥ് യാത്ര എന്ന് പറയുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുമാണ്. ഈ യാത്ര ആരംഭിച്ചു കഴിയുമ്പോൾ ഇവിടെ എന്തായാലും ഇന്ത്യൻ ആർമിയുടെ സെക്യൂരിറ്റി വളരെയധികം ടൈറ്റ് ആയിരിക്കും. വളരെയധികം സുരക്ഷ ഇന്ത്യൻ ആർമി ഇവിടെ ഉറപ്പാക്കും. ഇവിടെ നിരീക്ഷണത്തിന് വേണ്ടി ഡ്രോണുകൾ വരെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് തീവ്രവാദികൾ ഈ സമയത്ത് ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ഇതുപോലെ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അമർനാഥ് യാത്രയിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയാനുള്ള സാധ്യതയുമുണ്ട്. ഇതും കാശ്മീരിലെ ഒരു ടൂറിസത്തിനെ ബാധിക്കും. ഇതുപോലെ ഈ ആക്രമണത്തിന് പിന്നിലെ മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത്, ഇന്നലെയായിരുന്നു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നമ്മുടെ ഇന്ത്യ സന്ദർശിച്ചത്. കുടുംബത്തോടൊപ്പമായിരുന്നു അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചത്. രാജസ്ഥാനിലും പോയിരുന്നു. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വീണതിന് ശേഷം അമേരിക്ക ഇപ്പോൾ ഇന്ത്യയിൽ ഫാക്ടറികൾ തുറക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ ഇന്ത്യ സുരക്ഷിതമായ ഒരു സ്ഥലമല്ല എന്ന ഒരു മെസ്സേജ് കൂടിയാണ് ഈ ആക്രമണത്തിൽ കൂടി ഇവർ നൽകുന്നത്. ഇതേപോലെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ 2000-ൽ ഇന്ത്യ സന്ദർശിച്ച സമയത്തെ പാകിസ്ഥാനി സൈനികർ സ്ലീപ്പർ സെൽസ് ആക്ടിവേറ്റ് ചെയ്യുകയും കാശ്മീരിൽ ടെററിസ്റ്റ് അറ്റാക്ക് നടത്തുകയും ചെയ്തു. അനന്തനാഗ്, കാശ്മീർ എന്നീ സ്ഥലങ്ങളിലാണ് ഈ ആക്രമണം നടത്തിയത്. ഏകദേശം 36 ഇന്ത്യക്കാരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഇപ്പോഴും അതേ രീതിയിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് എത്തിയപ്പോഴുള്ള ഈ ആക്രമണം ഇന്ത്യ ഒരിക്കലും സുരക്ഷിതമായ ഒരു സ്ഥലമല്ല, ഇവിടെ നിക്ഷേപം നടത്താൻ ഫാക്ടറികൾ തുറക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലമല്ല എന്ന് ഒരു സന്ദേശമാണ് ഇപ്പോൾ ഇവർ നൽകിയിരിക്കുന്നത്. ഇതിനു പിന്നിൽ ചൈനയുടെ കൈകളും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതായി വരും. അതായത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബിസിനസ് ഇടപാട് ഏകദേശം 45 ലക്ഷം കോടി രൂപയുടെ ഒരു ബിസിനസിനെ പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആപ്പിൾ കമ്പനിയും ടെസ്ലയും എല്ലാം ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് മാറാനുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. ഓൾറെഡി ആപ്പിൾ കമ്പനി ഉത്തർപ്രദേശിൽ അവരുടെ ഒരു ഫാക്ടറി 300 ഏക്കറിൽ തുറക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഇങ്ങനെ വ്യവസായങ്ങൾ നടത്തിയാൽ, ബിസിനസ് സംരംഭവുമായി മുന്നോട്ട് പോയാൽ, ഫാക്ടറികളോ നിക്ഷേപങ്ങളോ നടത്തിയാൽ ഒരുപക്ഷെ ജീവൻ തന്നെ അപകടത്തിലാണ് എന്ന് വരുത്തി തീർക്കണം. അതുപോലെ തന്നെ പ്രധാനമന്ത്രി മോദിയുടെ സൗദി അറേബ്യയുടെ സന്ദർശനം, ഇത് ശരിക്കും പറഞ്ഞ വാർത്തകളെല്ലാം വൈറലായി മാറിയിരുന്നു. 2 യുദ്ധ വിമാനങ്ങളാണ് സൗദി അറേബ്യ മോദിക്ക് വേണ്ടി അയച്ചത്. അതുപോലെ തന്നെ സൗദി അറേബ്യ ഇപ്പോൾ പാകിസ്ഥാനിൽ നിക്ഷേപം നടത്താൻ താല്പര്യം കാണിച്ചിട്ടില്ല. പാകിസ്ഥാൻ ആവശ്യപ്പെട്ട ലോൺ കൊടുക്കുന്നതിൽ നിന്ന് പോലും സൗദി അറേബ്യ പിന്മാറുകയായിരുന്നു. ഈ സമയത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി അറേബ്യയുടെ സന്ദർശനം. ഇതും പാകിസ്ഥാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മോദിയുടെ സന്ദർശന സമയത്ത് ഇതുപോലൊരു അറ്റാക്ക് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോദി സൗദി അറേബ്യയിലെ സന്ദർശനം മതിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തും. ഇതും അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരിക്കാം. എന്തായാലും ഇന്ത്യ ഇതിന് തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 26 സാധാരണക്കാരായ വിനോദസഞ്ചാരികളുടെ ജീവനാണ് ഇന്നലെ തീവ്രവാദികൾ എടുത്തത്. എന്തായാലും ശക്തമായി തന്നെ ഇന്ത്യ ഇതിനെതിരെ തിരിച്ചടിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.